മെൻഡൽസ് എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് ഇൻഫറൻസസ്. മെൻഡലിൻ്റെ പരീക്ഷണങ്ങളും നിഗമനങ്ങളും. ജെനറ്റിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ജീൻസ്, ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. ഗ്രിഗർ ജോഹാൻ മെൻഡൽസ് experiments on pea plants, Pisum sativum, and the conclusions he drew out of hybridization experiments laid the foundation for the field of genetics. Therefore, he is considered as the father of genetics. ജീനുകൾ, പാരമ്പര്യം, വ്യതിയാനം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനിതക ശാസ്ത്രം. ഗ്രിഗർ ജോഹാൻ മെൻഡൽ പയർച്ചെടികളിൽ നടത്തിയ പരീക്ഷണങ്ങളും വർഗസങ്കരണ പരീക്ഷണങ്ങളിൽ നിന്ന് അദ്ദേഹം എത്തിച്ചേർന്ന നിഗമനങ്ങളുമാണ് ജനിതക ശാസ്ത്രം എന്ന മേഖലയ്ക്ക് അടിത്തറ പാകിയത്. ഗ്രിഗർ മെൻഡൽസ് കൺക്ലൂഷൻസ് ആർ known as the laws of inheritance. These laws provide the fundamental genetic framework to understand heredity and variation. In 1900, 16 years after his death, botanists Hugo de Vries, Carl Correns, Erich von Schermack recognized the significance of Mendel's research. ഗ്രിഗർ മെൻഡലിൻ്റെ നിഗമനങ്ങൾ പാരമ്പര്യ പ്രേഷണ നിയമങ്ങൾ എന്നറിയപ്പെടുന്നു. പാരമ്പര്യത്തെയും വ്യതിയാനത്തെയും മനസ്സിലാക്കുന്നതിനുള്ള പ്രാഥമിക ജനിതക രൂപരേഖയാണ് ഈ നിയമങ്ങൾ നൽകുന്നത്. 1900 അദ്ദേഹത്തിൻ്റെ മരണത്തിന് 16 വർഷങ്ങൾക്ക് ശേഷം സസ്യശാസ്ത്രജ്ഞരായ ഹ്യൂഗോ ഡി വ്രീസ്, കാൾ കോറൻസ്, എറിക് വോൺ ഷെർമാക്ക് എന്നിവർ മെൻഡലിൻ്റെ ഗവേഷണങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു. വിത്ത് ദിസ്, Mendel's findings were accepted as the foundation of the science of genetics. Genetics has grown into most extensive branch of science through numerous contributions of various scientists. ഇതോടെയാണ് ജനിതകശാസ്ത്രം എന്ന ശാസ്ത്രശാഖയുടെ നിർണായക അടിത്തറയായി മെൻഡലിൻ്റെ കണ്ടെത്തലുകൾ അംഗീകരിക്കപ്പെട്ടത്. വിവിധ ശാസ്ത്രക്കാരുടെ അനവധി സംഭാവനകളിലൂടെ ഏറ്റവും വിപുലമായ ശാസ്ത്രശാഖയെ ജനിതകശാസ്ത്രം വളർന്നിരിക്കുന്നു. Gregor Mendel hypothesized that characters from parents are passed on to offspring through certain factors that are transmitted through gametes. It was only after Mendel's period that these factors were discovered to be genes that are located in chromosomes in the nucleus. മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങൾക്ക് ലഭിക്കുന്നത് ലിംഗകോശങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില ഘടകങ്ങളിലൂടെയാണ് എന്ന് ഗ്രിഗർ മെൻഡൽ അനുമാനിച്ചു. ഈ ഘടകങ്ങൾ ന്യൂക്ലിയസിലെ ക്രോമോസോമുകളിൽ കാണപ്പെടുന്ന ജീനുകളാണെന്ന് കണ്ടെത്തിയത് മെൻഡലിൻ്റെ കാലഘട്ടത്തിന് ശേഷമാണ്. Mendel's laws were the foundation of genetics. However, it could not fully explain the diversity of traits observed in organisms. Later studies about the complex interaction among genes, environment, and other factors revealed some of the limitations of Mendel's law. This gave rise to the concept of non-Mendelian inheritance. മെൻഡലിൻ്റെ നിയമങ്ങൾ ജനിതകശാസ്ത്രത്തിൻ്റെ അടിത്തറയായിരുന്നു. എന്നാൽ ജീവികളിലെ സ്വഭാവ ഗുണങ്ങളുടെ വൈവിധ്യത്തെ പൂർണ്ണമായി വിശദീകരിക്കാൻ അതിന് കഴിഞ്ഞില്ല. ജീനുകൾ, പരിസ്ഥിതി, മറ്റ് ഘടകങ്ങൾ എന്നിവ തമ്മിലുള്ള സങ്കീർണമായ ഇടപെടലുകളെക്കുറിച്ചുള്ള പിൽക്കാല പഠനങ്ങൾ മെൻഡലിൻ്റെ നിയമങ്ങളുടെ ചില പരിമിതികൾ വെളിവാക്കി. ഇത് നോൺ മെൻഡലിയൻ ഇൻഹെറിറ്റൻസ് എന്ന ആശയത്തിന് തുടക്കമിട്ടു.